വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് 2 ബാധ്യതയാണ്. വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് നിങ്ങൾക്ക് 1 ബാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ 3 ബാധ്യത? അയൽപക്കക്കാരനാരാ? അൽ ജാറുല്ലദി അലൈഹി 3 ഹുഖൂഖ്, 3 ബാധ്യതകളുള്ള അയൽപക്കക്കാർ. ഒന്ന് അൽ ജാറുൽ മുസ്ലിമു ദിർറഹിം, നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള, നിങ്ങളുടെ ബന്ധുവായ മുസ്ലിമായ അയൽപക്കക്കാരൻ. നിങ്ങളുടെ എളാപ്പയുടെ മക്കളാണ്, മൂത്താപ്പയുടെ മക്കളാണ്, എളാമ്മയുടെ മക്കളാണ്, മൂത്തമ്മയുടെ മക്കളാണ്, രക്തബന്ധമുള്ള കുടുംബമാണ്. അവരാണ് നിങ്ങളുടെ അയൽവാസികളെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൂടുതലാണ്. അവർക്ക് മുസ്ലിമിൻ്റെ അവകാശം കൊടുക്കണം. 2, അവരുടെ കുടുംബ ബന്ധത്തിൻ്റെ അവകാശമുണ്ട്. 3, അയൽപക്കത്തിൻ്റെ അവകാശമുണ്ട്. ഇനി പറഞ്ഞു, നിങ്ങളുടെ അയൽപക്കക്കാരൻ മുസ്ലിമാണ്. 2 ഹക്കുണ്ട് അവിടെ. ഒന്ന് ഹക്കുൽ ജാർ, അയൽപക്കത്തിൻ്റെ ബന്ധം. മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം, അവനൊരു മുസ്ലിമല്ലേ, മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ. വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെന്ന് വിചാരിക്കുക, ഫലഹു ഹക്കുൽ ജാർ, അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നിങ്ങളുടെ അമുസ്ലിമായ അയൽപക്കക്കാരന് കൊടുക്കണേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നമ്മൾ പരസ്പരം ബുദ്ധിമുട്ടാക്കുക? എങ്ങനെയാണ് അരസന്റെ ഭൂമിക്ക് വേണ്ടി കത്തിക്കുത്തുണ്ടാവുക? എങ്ങനെയാണ് സ്ഥലം അളവെടുക്കാൻ വരുന്ന സമയത്ത് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുക? അരസന്റെ ഭൂമിക്ക് വേണ്ടി മനുഷ്യനെ കഴുത്തെറുക്കുന്ന കാലമല്ലേ മുഅ്മിനെ, അല്ലേ? എന്താണ് ഈ അരച്ചാണ് കൊണ്ട് കിട്ടാൻ പോകുന്നത്? എന്താണതുകൊണ്ട് നേട്ടം? ഒന്നുമില്ല. മുസ്ലിമേ, നമ്മൾ ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ്, പടച്ചവനെ, എൻ്റെ സമ്പത്തിൽ നിന്നങ്ങ് പോയാൽ പോലും ഒരൽപ്പം പോലും, ഒരു വിരലിൻ്റെ ഒരൽപ്പം പോലും, 1 ഇഞ്ച് പോലും തൻ്റെ അയൽപക്കക്കാരൻ്റേത് എനിക്ക് വേണ്ട. അങ്ങനെയാ നമ്മൾ അതിരുകൾ നിർണ്ണയിക്കേണ്ടത്, അല്ലേ? സ്വന്തം അയൽവാസിക്ക് പോകാൻ വഴി വേണ്ടേ? വഴി കൊടുക്കണ്ടേ? വഴി മുടക്കാൻ പാടുണ്ടോ? ഇതൊക്കെ അയൽവാസികൾക്കുള്ള അവകാശമാണ്. നമ്മൾ എന്താ ഒരു മതിൽ ഒരൽപ്പം കൊണ്ട് നീക്കി കുത്തിയാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? നമ്മൾ ഒരൽപ്പം തന്നെ അയൽവാസിക്ക് കടന്നു പോകാൻ, വാഹനത്തിന് കടന്നു പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത് നഷ്ടം അതിലുണ്ട്? ഹക്കുൽ ജാർ, ഹക്കുൽ ഇസ്ലാം, ഹക്കുസ്വില, നിങ്ങളുടെ കുടുംബ ബന്ധം നോക്കുന്നില്ലേ? എവിടെ? മുസ്ലിമിൻ്റെ ബാധ്യത നോക്കുന്നില്ലേ? അയൽപക്കത്തിൻ്റെ ബാധ്യത നിങ്ങൾ നോക്കുന്നില്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും, നമ്മൾ മുസ്ലിം തന്നെയാണ്, നമ്മളിതൊക്കെ അയൽവാസിക്ക് അവകാശപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? അയൽവാസിക്ക് ഈ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ? മഹാന്മാർ ഉദ്ധരിക്കാറുള്ള ഹദീസാണ്, തൻ്റെ അയൽവാസിക്ക് കാറ്റ് വരുന്ന ഏതെങ്കിലും ഒരു വഴിയേ ഉള്ളൂ, ആ വഴിയിൽ നിങ്ങൾ വീടിൻ്റെ തട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് സ്വസ്ഥമായ കാറ്റ് വരുന്നതിന് തടസ്സമുണ്ടെങ്കിൽ മുസ്ലിമേ, നിങ്ങൾ അത്രക്ക് കെട്ടിപ്പൊക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്കക്കാരൻ്റെ ബാധ്യതകൾ ദീൻ ചർച്ച ചെയ്ത ഭാഗം കാണാൻ കഴിയും. എങ്ങനെ അയൽവാസിയുടെ വീട്ടിലേക്ക് നല്ല മനോഹരമായ കാറ്റ് വരുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, ഒരൊറ്റ ഇടഭാഗേ ഉള്ളൂ, അത് നമ്മൾ അടച്ചു കളഞ്ഞു. ചെയ്യല്ലേ? പിന്നെ എങ്ങനെയാ നമ്മൾ അഴുക്കുകൾ അയൽപക്കത്തേക്ക് ഒഴുക്കുന്നത്? എങ്ങനെയാ ചപ്പുചവറുകൾ അയൽപക്കത്തേക്ക് വാരിയിടുന്നത്? എങ്ങനെയാ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരസലുകൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു ചാൺ ഭൂമിക്ക് വേണ്ടി നമ്മൾ പരസ്പരം തെറ്റിപ്പിണയുന്നത്? എന്തിനു വേണ്ടി മുസ്ലിമേ? എന്തിനു വേണ്ടി? ഹക്കുൽ ജാർ, നിങ്ങളത് അയൽപക്കക്കാർക്ക് അവകാശപ്പെട്ട് നൽകുന്നുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, അയൽപക്കക്കാരോട് കടപ്പാടുകളുണ്ട്. മാസാല ജിബ്രീൽ യുസ്വീനി ബിൽ ജാരി ഹത്താ ളനൻതു അന്നഹു സയുവരിസുഹു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വന്നിട്ട്, നബിയെ, അയൽവാസിയെ ശ്രദ്ധിക്കണേ നബിയെ, അയൽവാസിയെ ശ്രദ്ധിക്കണേ നബിയെ, അയൽപക്കക്കാരനെ ശ്രദ്ധിക്കണേ നബിയെ എന്ന് പഠിപ്പിച്ചു തരികയും ഒരുപാട് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഒരാൾ മരിച്ചുപോയാൽ തൻ്റെ സമ്പത്തിൽ മക്കൾക്ക് അവകാശമുള്ള പോലെ അയൽവാസികൾക്കും അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുമാർ. അത്രക്കങ്ങ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്തുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാറുസ് സാലിഹ്, ഏറ്റവും നല്ല അയൽപക്കക്കാരായി മാറാൻ മുസ്ലിമിന് കഴിയണം. അമുസ്ലിമായ ഒരാൾ തൻ്റെ അയൽപക്കത്ത് ജീവിക്കുമ്പോൾ ഈ മുസ്ലിമിൻ്റെ സ്വഭാവം കണ്ട് അവന് മുസ്ലിമാവാൻ തോന്നണം. ഒരമുസ്ലിമിന് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരാൻ തോന്നണം. യാ അല്ലാഹ്, മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ മുഖം? എത്ര മനോഹരായിരിക്കും, എത്ര മനോഹരം!
ഹഖുൽ ജാർ, അയൽവാസിയെ ശ്രദ്ധിക്കണേ, അയൽപക്കക്കാരനെ നിങ്ങൾ നോക്കണേ, അയൽപക്കക്കാരനെ കാറ്റ് തടസ്സമാകുന്ന വിധത്തിൽ നിങ്ങൾ വീട് പൊക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസാല ജിബ്രീലു യൂസിനി ഫിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയുവരിസു. ഒരു പെണ്ണിനെ കുറിച്ച് അവർ പറഞ്ഞു, നബിയേ നല്ല പെണ്ണാണ് നബിയേ, തഖൂമുൽ ലൈല കദാ വകദാ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ് നബിയേ, വതസൂമുൻ നഹാര കദാ വകദാ, റമളാൻ അല്ലെങ്കിൽ പോലും ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് നബിയേ, വലാകിന്നഹാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ, അവരുടെ നാവ് കൊണ്ട് അയൽവാസികളെ വേദനിപ്പിക്കാറുണ്ട് നബിയേ, അയൽവാസികളെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന പെണ്ണാണ് നബിയേ. പക്ഷേ അവർ നിസ്കരിക്കുന്നവളാണ്, അവർ നോമ്പ് നോക്കുന്നവളാണ്, സ്വതക്ക കൊടുക്കുന്നവളാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബിന്റെ മറുപടി ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്കക്കാരുള്ള കടപ്പാടുകളാണത്. അൽ കറമു മഅൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ദാനമാണ് അവസാനത്തേത്. ഉലമാ ഉദ്ധരിക്കാൻ പോകുന്നത് ബൈനമാ റജുലുൻ ബിഫലാ, സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രം കാണാൻ പറ്റും. ഒരു മരുഭൂമിയിലൂടെ ഒരാളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മേഘം കടന്നു വന്നു. മേഘത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നു, ഇസ്ഖി ഹദീഖത ഫുലാൻ, ഏതോ ഒരാളിൻ്റെ പേര് പറഞ്ഞ് അയാളുടെ തോട്ടം പോയി നനച്ചു കൊടുക്കണം. ഒരാളിങ്ങനെ നടക്കുകയാണ്, മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്ന് ആ മേഘത്തിൽ നിന്നൊരശരീരി കേൾക്കാനിടയായി. ആ സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാമുന മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ മേഘം മഴയായി പെയ്തിറങ്ങി. മേഘത്തിൻ്റെ വെള്ളം, ആ മഴയുടെ വെള്ളം ചാലുകളായി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഒരു മൺവെട്ടി എടുത്ത് ആ വെള്ളം തെളിച്ചു കൊണ്ടുപോയി ഒരു തോട്ടം വരെ കൊണ്ടുപോയിട്ട് ഇയാൾ ചോദിച്ചു തോട്ടത്തിൽ കണ്ട ആളോട്, അല്ല നിങ്ങളുടെ പേരിന്നതാണോ? അയാൾ പറഞ്ഞു, അതെ. എങ്ങനെ അറിയാം? ഞാൻ മരുഭൂമിയിൽ ഈ മഴവെള്ളത്തിന് കാരണമായ മേഘം താഴേക്ക് വന്ന് അതിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്ഖി ഹദീഖത ഫുലാൻ, നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ തോട്ടം നനച്ചു കൊടുക്കണമെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു തരിൻ. ഉൻഷിദുക ബില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ചു പറഞ്ഞു തരണേ, നിങ്ങൾ ചെയ്യുന്ന നന്മ എന്താണ്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, എൻ്റെ പേര് നിങ്ങൾ കേട്ടിരിക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ കൃഷിയുടെ വരുമാനത്തിൻ്റെ 1/3 എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ മാറ്റിവെക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി. വരുമാനത്തിൻ്റെ 1/3. വരുമാനത്തിൻ്റെ മറ്റൊരു 1 പാവപ്പെട്ട മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുന്ന ആളാണ്. പിന്നെ 1 ശേഷിക്കുന്ന ഒരു ഭാഗം അത് ഞാൻ കൃഷി ഇറക്കാൻ ഉപയോഗിക്കും അടുത്ത തവണത്തേക്ക്. അങ്ങനെ നിരന്തരമായി തൻ്റെ വരുമാനത്തിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് അല്ലാഹു സ്വീകരിച്ചിരിക്കണം, അതായിരിക്കണം നിങ്ങളോടിത് പറയപ്പെടാൻ കാരണമെന്ന് ആ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു കൊടുത്ത കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ പറ്റും. അങ്ങനെ ദാനം ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. ഓർമ്മയുണ്ടോ? അന്നൊരിക്കൽ മദീനയുടെ പള്ളിയിൽ വന്ന് മിണ്ടാതെ ആരാരുമില്ലാത്ത നേരത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ, യാ അബാ ഉമാമ, ആരാരും നിസ്കരിക്കാനില്ലാത്ത നേരത്ത് എന്തിനാണോ നിങ്ങൾ ഈ പള്ളിയിൽ ഇന്നേരം ഇരിക്കുന്നത്? നബിയേ, ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്, ഒരുപാട് കടങ്ങളും സങ്കടവും ഉണ്ട് നബിയേ, കടങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് വലഞ്ഞപ്പോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്ന സ്വഹാബി അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാത്ത്, നിങ്ങൾക്ക് ഞാൻ ഏതാനും ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ലൗ ഖുൽതഹാ, ആ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഖലല്ലാഹു അൻക ദൈനക്, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടുതരികയും വകഫാക ഹമ്മക്,
നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അബൂ ഉമാമ, ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ലോകത്തിന്റെ റഹ്മത്തായി വന്നവരെ, നബിയേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അബൂ ഉമാമ, ചൊല്ലിക്കോളൂ. എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ കടം അല്ലാഹു വിട്ടുതരുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാനും ആഴ്ചകളെ ചൊല്ലേണ്ടി വന്നുള്ളൂ. എങ്ങനെയാണാവോ എൻ്റെ ഈ കടങ്ങളൊക്കെ ഞാൻ വീട്ടുക എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന സ്വഹാബിയുടെ കടങ്ങളെല്ലാം അവരറിയാത്ത വഴിക്ക് അല്ലാഹു കടം വീട്ടിക്കൊടുത്തത് ഈ ദിക്റിന്റെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു.